ഞങ്ങളിപ്പോൾ കൊളോണിൽ നിന്നും ആംസ്റ്റർഡാമിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. രാവിലെ തന്നെ കൊളോണിൽ നിന്നും ഇറങ്ങി ആംസ്റ്റർഡാമിലെ ഷിഫ്ഹോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 4 മണിക്കൂർ എടുക്കുന്ന ഡ്രൈവാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലൂടെ കഴിഞ്ഞ ഏതാനും ദിവസം ഞങ്ങൾ നടത്തിയ യാത്ര ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നാണ് എന്ന്. അവിടെ നിന്നും ബെൽജിയത്തിലെ ബ്രസൽസിലേക്കും പിന്നെ മോൺഷാവു എന്ന ജർമ്മൻ ഗ്രാമം വഴി കൊളോണിലേക്കും എത്തുകയായിരുന്നു. ഇന്ന് ആംസ്റ്റർഡാമിൽ തിരിച്ചെത്തുമ്പോൾ ഈ റൗണ്ട് ട്രിപ്പ് പൂർത്തിയാവുകയാണ്. ഈ സ്ഥലങ്ങൾ പരസ്പരം വളരെ ദൂരെയുള്ളവ ആണെന്ന് കരുതേണ്ടതില്ല. ഇന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഏതാണ്ട് 300 കിലോമീറ്ററാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ദൂരം. എല്ലാം കൂടി ഒരു 750 കിലോമീറ്റർ മാത്രമേ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. പടിഞ്ഞാറൻ യൂറോപ്പിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ആദ്യമായിട്ടാണ്. യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും യൂറോപ്പ് എന്ന സംജ്ഞയെ ഏറ്റവും ശക്തമായി പ്രതിനിധീകരിക്കുന്ന പടിഞ്ഞാറൻ യൂറോപ്പിൽ ഞങ്ങൾ എത്തുന്നത് അല്പം വൈകിയാണ് എന്നതാണ് വാസ്തവം. ഷിഫ്ഹോൾ എയർപോർട്ടിൽ കാർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. മകൾ അവിടെയാണ്, ചേട്ടനും അവിടെയാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്കും UK വിസ ഉള്ളതിനാലും അവരെ കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് മടങ്ങാം എന്ന് കരുതി 3 ദിവസമാണ് ഞങ്ങൾ ഇംഗ്ലണ്ടിലുണ്ടാവുക. പ്ലെയിൻ സ്പോട്ടിംഗ് എന്നത് ഇന്ന് ഒരുപാട് ആളുകളുടെ ഒരു വിനോദമാണ്. പാശ്ചാത്യ നാടുകളിലെ പല വിമാനത്താവളങ്ങളിലുമുള്ള വിമാനങ്ങളുടെ പോക്കുവരവ് കാണിച്ചു കൊണ്ടിരിക്കുന്ന ലൈവ് ചാനലുകളും ഉണ്ട്. അത്രയൊന്നും താല്പര്യമില്ലാത്തവർക്കും എയർപോർട്ടുകളിലെ കാത്തിരിപ്പ് നേരങ്ങളിൽ സമയം പോക്കാൻ ഈ വിനോദം ഉതകും. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് റഡാർ പോലുള്ള ആപ്പ് നോക്കി എങ്ങോട്ട് പോകുന്ന, എവിടെ നിന്ന് വരുന്ന വിമാനമാണ് എന്നൊക്കെ നോക്കിയിരുന്നാൽ കാത്തിരിപ്പ് നേരങ്ങളിൽ സാധാരണയുള്ള വിരസത കുറച്ചൊന്ന് മാറിക്കിട്ടും. വിമാനത്താവളങ്ങളിലിരുന്ന് ഉറങ്ങാനോ പുസ്തകം വായിക്കാനോ സിനിമ കാണാനോ ഒന്നും എനിക്ക് സാധിക്കാറില്ല. അതൊക്കെ കുറച്ചുകൂടി സ്വകാര്യത ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ആധുനിക ലോകത്തിന് ശക്തമായ സംഭാവനകൾ നൽകിയ ഭൂഭാഗമാണ് പടിഞ്ഞാറൻ യൂറോപ്പ്. ഇന്നും അതേറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ തുടരുന്നു. ശാസ്ത്രത്തിലായാലും ഡെമോക്രസിയും സോഷ്യലിസവും പോലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങളിലായാലും വ്യാവസായിക കണ്ടുപിടുത്തങ്ങളിലായാലും മനുഷ്യാവകാശം, ഫെമിനിസം തുടങ്ങിയ സാമൂഹിക നിലപാടുകളിലായാലും എല്ലാം ആരംഭം സംഭവിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ് എന്ന് കാണാം. ആധുനിക ലോകത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തിയ പ്രദേശമാണ് പടിഞ്ഞാറൻ യൂറോപ്പ്. ആ നിലയ്ക്കും ഞങ്ങളുടെ ഈ യാത്ര സംതൃപ്തിദായകമാണ്. ആംസ്റ്റർഡാമിൽ നിന്നും ഞങ്ങൾ പോകുന്നത് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എയർപോർട്ടിലേക്കാണ്. മകൾ താമസിക്കുന്ന കൊവൻട്രി എന്ന പട്ടണം ബർമിംഗ്ഹാമിനടുത്താണ്. വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കൊവൻട്രിയിലേക്ക് ട്രെയിനും കിട്ടും. ഈ യൂട്യൂബ് ചാനലിൽ ഇതിന് തൊട്ട് മുൻപത്തെ സീരീസ് ഞങ്ങളുടെ കഴിഞ്ഞ UK യാത്രയെക്കുറിച്ചായിരുന്നുവല്ലോ. അതിൽ കൊവൻട്രിയെക്കുറിച്ചും ബിർമിംഗ്ഹാമിനെക്കുറിച്ചും ഒക്കെയുള്ള ഭാഗങ്ങൾ ഉണ്ട്. ഇത്തവണ പക്ഷേ അത്തരം യാത്രാലക്ഷ്യങ്ങളൊന്നുമില്ല. മകളോടൊപ്പം 2 ദിവസം പങ്കിടണം, ചേട്ടനെയും സന്ദർശിക്കണം, അതിനുശേഷം മടങ്ങണം. കൊവൻട്രിയിലെ റമദ ഹോട്ടലിൽ ഞങ്ങൾക്ക് ലഭിച്ചത് മനോഹരമായ ഒരു മുറിയാണ്. നല്ല സൗകര്യങ്ങളുള്ള സൂട്ട് എന്നത് മാത്രമായിരുന്നില്ല അതിന് കാരണം. ഏറ്റവും മുകൾ നിലയിലുള്ള പെൻറ്റ് ഹൗസ് പോലുള്ള ഈ മുറിക്ക് എല്ലാ വശങ്ങളിലേക്കും തുറക്കുന്ന വലിയ ചില്ലുജാലകങ്ങളുണ്ടായിരുന്നു. കർട്ടൻ മാറ്റിയാൽ ആകാശത്തിരിക്കുന്നത് പോലെ തോന്നിക്കും. കൊവൻട്രി പട്ടണത്തിൻ്റെ മനോഹരമായ കാഴ്ച ലഭിക്കും.
രാത്രി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അത്താഴം കഴിച്ചത്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഇല്ലാത്ത ഒരു തെരുവ് പോലും ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഉണ്ടാവാൻ വഴിയില്ല. UK സോഷ്യൽ ഫാബ്രിക് മാറി വരുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനാവും. അടുത്ത ദിവസം ഇടയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടി ഒരു ബസ്സിൽ കയറി അടുത്തുള്ള ചെറിയ പട്ടണമായ ലെമിംഗ്ടണിലേക്ക് പോയി. കോവൻട്രിയിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. റോയൽ ലെമിംഗ്ടൺ സ്പാ എന്നാണ് ഈ പട്ടണത്തിൻ്റെ മുഴുവൻ പേര്. അവിടേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ മനസ്സിലായി, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ വഴിയിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന്. കോവൻട്രിയിൽ നിന്നും ഷേക്സ്പിയറിൻ്റെ ജന്മദേശം കാണാൻ പോയപ്പോഴായിരുന്നു അത്. ലെമിംഗ്ടൺ കടന്നാണ് അന്ന് ഞങ്ങൾ പോയത്. പട്ടണത്തിൻ്റെ ഒരു ഭാഗത്ത് ബസ്സിറങ്ങി സംസാരിച്ചുകൊണ്ട് നടന്ന് ഞങ്ങൾ ഒരു ഉദ്യാനത്തിൽ എത്തിച്ചേർന്നു. ജെഫ്സൺ ഗാർഡൻസ് എന്ന ഒരു പാർക്കാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, വലിയ കാഴ്ചകളിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. മകളോടൊപ്പം അലസമായി കുറച്ച് സമയം പങ്കിടുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. തൊട്ടപ്പുറത്തായി തന്നെ പ്രശസ്തമായ വാർവിക് കോട്ടസൗധമുണ്ട്. അവിടേക്കൊന്നും പോകാത്തത് അതുകൊണ്ടാണ്. ഇതിനിടയ്ക്ക് പകർത്തുന്ന ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഭാഗം തുന്നിച്ചേർത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ എല്ലാ ചെറിയ പട്ടണത്തിലും 2-3 ഉദ്യാനം കാണും. വർഷത്തിലെ ഋതുഭേദത്തിനനുസരിച്ച് രൂപവും നിറവും മാറി വരുന്ന വൃക്ഷനിബിഡമായ ഈ ഉദ്യാനങ്ങൾ ഏത് പട്ടണത്തിനും ഒരു അലങ്കാരവും പട്ടണവാസികൾക്ക് അത്രയും തന്നെ പ്രസാദാത്മകമായ ഒരു അനുഭവവുമാണ്. ഓടാനും നടക്കാനും എത്തുന്നവർ, പട്ടിയെ നടത്തിക്കാൻ എത്തുന്നവർ, വെറുതെ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുന്നവർ, കുട്ടികളുമായി കളിക്കാനെത്തുന്നവർ, മനുഷ്യർക്ക് മാത്രമല്ല കിളികൾക്കും പ്രാണികൾക്കുമൊക്കെ സസുഖം ജീവിക്കാൻ ഉതകുന്ന സ്ഥലമാണ് ഇത്തരം വലിയ ഉദ്യാനങ്ങൾ. മാളുവിനോടൊപ്പം ജോലിയെടുക്കുന്ന മുതിർന്ന ഡോക്ടർമാരിൽ പലരും കുടുംബസമേതം താമസിക്കുന്നത് ലെമിംഗ്ടണിലാണ് എന്ന് മനസ്സിലായി. കോവൻട്രി പോലുള്ള താരതമ്യേന വലിയ ഒരു പട്ടണത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി കുറച്ചുകൂടി സ്വസ്ഥമായി താമസിക്കാനാവുന്ന ചെറിയ ഒരു പട്ടണമാണ് ലെമിംഗ്ടൺ എന്നതിൽ സംശയമില്ല. UK ഇത്തരം അസംഖ്യം ചെറിയ മനോഹരമായ പട്ടണങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പട്ടണങ്ങളുടെ തിക്കും തിരക്കുമൊന്നുമില്ലാതെ കാണപ്പെടുന്ന പട്ടണങ്ങൾ. ഈ മനോഹാരിത പക്ഷേ UK ചെറു പട്ടണങ്ങളിലെയും ക്രൈം റേറ്റിൽ കുറവൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആവാം സാധാരണ കുടിയേറ്റക്കാർക്ക് വലിയ പട്ടണങ്ങളിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത്. കോവൻട്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം ചെറുതാണ് എന്നേ ഉള്ളൂ. പക്ഷേ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വാർവിക് പട്ടണവും കൂടിയാവുമ്പോൾ ഇവിടവും വലിയൊരു ജനപദം തന്നെയാണ്. പ്രശസ്തമായ വാർവിക് യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ നിലവിലെ സജീവതയ്ക്ക് കാരണമാവുന്നുണ്ട് എന്നനുമാനിക്കാം. ജെഫ്സൺ ഗാർഡനിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി നടന്നു. ലേം നദിക്ക് കുറുകെയുള്ള പാലം കടന്നു ചെല്ലുമ്പോൾ സകല വിശുദ്ധരുടെയും പള്ളിക്ക് മുന്നിലെത്തുന്നു. ഇംഗ്ലണ്ടിലും യൂറോപ്പിലും പല പള്ളിക്കെട്ടിടങ്ങളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ഒക്കെയായി മാറിയതായി കേട്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ പിന്നിലും കുറച്ച് ഭാഗം ഒരു തീൻശാലയായി മാറ്റിയിട്ടുണ്ട്. അതേസമയം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പള്ളി തന്നെയാണ് ഇത്. പുറത്തെയും അകത്തെയും കാഴ്ചയിൽ ഇതൊരു സാധാരണ ചെറിയ ഇംഗ്ലീഷ് ഇടവക പള്ളി അല്ല എന്ന് കാണാം. ഒരു കത്തീഡ്രൽ നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ പള്ളിയാണ്. നേരത്തെ തന്നെ ഇവിടെ പള്ളി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ്. ലിബറൽ ആംഗ്ലോ കാത്തലിക് പാരമ്പര്യം പിന്തുടരുന്ന ഒരു ഇടവകയും പള്ളിയുമാണ് ലെമിംഗ്ടണിലേത്. പള്ളിയിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ വീണ്ടും നടന്നു. എത്തിച്ചേർന്നത് ലേം നദിക്ക് തീരത്തുള്ള മറ്റൊരു ഉദ്യാനത്തിലാണ്. UK ഒരുപാട് നദികളും അരുവികളുമുണ്ട്. ഒരു ദ്വീപ് രാഷ്ട്രമായതിനാൽ തന്നെ സ്വാഭാവികമായും ഈ നദികൾക്കൊന്നും വലിയ നീളം ഉണ്ടാവാറില്ല. ഏതാണ്ട് 65 കിലോമീറ്ററാണ് ലേം നദിയുടെ നീളം. അവോൺ നദിയുടെ ഒരു പോഷക നദിയാണ് ഇത്. ലെമിംഗ്ടൺ സ്പായിൽ പതിവിലേറെ ഉദ്യാനങ്ങൾ ഉണ്ടാവാൻ കാരണം ലേം നദിയുടെ സാമീപ്യമാണ്. അതുപോലെ തന്നെ 18-19 നൂറ്റാണ്ടുകളിൽ
ഈ സ്ഥലം പ്രശസ്തമായ ഒരു സ്പാ ടൗണായി വളരാനുണ്ടായ കാരണം ഇവിടുത്തെ ധാതുസമ്പുഷ്ടമായ ചെറു അരുവികളാണ്. ലെമിംഗ്ടണിലെ നാച്ചുറൽ സ്പ്രിങ്ങുകളിൽ കുളിക്കാൻ വരുന്നത് അക്കാലത്തെ ഇംഗ്ലണ്ടിലെ ധനികരുടെ ഒരു വിനോദമായിരുന്നു. ലെമിംഗ്ടൺ സ്പാ വിടുന്നതിന് മുൻപ് അവിടെ കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ചായയും കുടിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾ നടക്കാനെത്തിയത് കോവൻട്രിയിൽ തന്നെയുള്ള ഒരു ഉദ്യാനത്തിലാണ്. വാർ മെമ്മോറിയൽ പാർക്ക് എന്നറിയപ്പെടുന്ന വിസ്തൃതമായ ഒരു ഉദ്യാനം. ഒന്നാം ലോക യുദ്ധത്തിൽ കോവൻട്രിയിൽ നിന്നുള്ള ഏതാണ്ട് 2500 പട്ടാളക്കാർ മരിച്ചിരുന്നുവത്രേ. അവർക്കുള്ള സ്മാരകമായി നിർമ്മിച്ച ഉദ്യാനമാണ്. നല്ല കാറ്റുള്ള ഒരു വൈകുന്നേരമായിരുന്നു. അതേസമയം വെയിലുമുണ്ടായിരുന്നു. ആ കാറ്റത്ത് വെയിലേറ്റ് ആ ഉദ്യാനത്തിലൂടെ ഞങ്ങൾ നടന്നു. ഇംഗ്ലീഷ് ഉദ്യാനങ്ങളിലൂടെ വെറുതെ നടക്കുന്നത് പോലും മനോഹരമായ ഒരു അനുഭവമാണ്. രണ്ട് ദിവസം മകളോടൊപ്പം പങ്കിട്ടതിന് ശേഷം ഞങ്ങൾ ലണ്ടൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ക്രോയ്ഡണിലെത്തി ചേട്ടനോടൊപ്പവും ഒരു ദിവസം താമസിച്ചു. ഹീത്രോയിൽ നിന്നാണ് കുവൈറ്റിലേക്ക് മടങ്ങിയത്. അങ്ങനെ മറ്റൊരു യാത്ര കൂടി അവസാനിക്കുന്നു. പടിഞ്ഞാറൻ യൂറോപ്പിലെ 3 രാജ്യങ്ങൾ ആദ്യമായി കാണാൻ സാധിച്ചു. അവയൊക്കെ സമഗ്രമായി അനുഭവിച്ചു എന്നൊന്നും പറയാനാവില്ല. ആഴത്തിലുള്ളതും സമഗ്രവുമായ അനുഭവം ടൂറിസ്റ്റുകൾക്കുള്ളതല്ല. അതിന് ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം താമസിച്ച് അലഞ്ഞു നടക്കണം. എങ്കിലും ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും സംതൃപ്തി തരുന്നതുമാണ് ഇത്തരം യാത്രകൾ. അതാണല്ലോ പ്രധാനം. വിമാനം കുവൈറ്റിൻ്റെ ആകാശത്തെത്തുമ്പോൾ താഴെ രാത്രിവെട്ടത്തിൽ പ്രഭാപൂരിതമായി നിൽക്കുന്ന കുവൈറ്റ് ഞങ്ങളെ ഞങ്ങളുടെ ദിനവൃത്താന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്തു.